മുഹമ്മദ് ഗസ്നിയുടെ ക്രൂരതകൾ നമുക്ക് മറക്കാനാവുമോ? ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് ഒരു സാധാരണ ചരിത്ര സംഭവമല്ല. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി മാസത്തിലാണ് ഭാരതത്തിന്റെ ആത്മാവിനെ കീറി മുറിച്ച ഒരു സംഭവം ഉണ്ടായത്. എത്ര ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരാണ്? ക്രിസ്തുവർഷം 1026 ജനുവരി 6 മുതൽ 9 വരെ ഗുജറാത്തിലെ വെരാവൽ തുറമുഖത്തിനടുത്തുള്ള അതുല്യവും അത്ഭുതകരവുമായ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നിയുടെ സൈന്യം വളഞ്ഞു. അത് വെറും ഒരു യാദൃച്ഛിക ആക്രമണമോ ലാഭം മാത്രം ലക്ഷ്യമിട്ട ഒരു കവർച്ചയോ ആയിരുന്നില്ല എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. മുഹമ്മദ് ഗസ്നി എന്ന മുസ്ലിം ആക്രമണകാരി നടത്തിയ സോമനാഥ ക്ഷേത്ര ധ്വംസനം ജ്യോതിർലിംഗത്തോടും സനാതന ധർമ്മത്തോടും ആഴത്തിലുണ്ടായിരുന്ന മതവെറിയുടെ വൈരാഗ്യത്തിന്റെ ഫലം തന്നെയായിരുന്നു. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷമുള്ള അടുത്ത 1000 വർഷങ്ങൾ നിരന്തരം ആവർത്തിച്ച ആക്രമണങ്ങളുടെ തുടക്കം. അത് മുഹമ്മദിന്റെ 16ാമത്തെ ഇന്ത്യ ആക്രമണമായിരുന്നു. അയാൾക്കും കൂട്ടാളികൾക്കും സമ്പത്ത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. സമകാലീന രേഖകൾ പറയുന്നത് ഹിന്ദു വ്യാപാരികൾ വിഗ്രഹം തകർക്കാതെ ഇരിക്കാൻ അയാളോട് കെഞ്ചി കേണപേക്ഷിച്ചത്രേ. കൂടുതൽ ധനം വാഗ്ദാനം ചെയ്തുവെങ്കിലും ആ കാപാലികൻ അത് നിരസിക്കുകയും അയാൾ തന്നെ ആ പവിത്ര വിഗ്രഹത്തിൽ സ്വയം തുപ്പി ആദ്യ പ്രഹരം നടത്തുകയും ചെയ്തു. അയാൾ തന്നെയാണ് ആ വിഗ്രഹം ആദ്യം തച്ചുടച്ചത്. ഈ ക്ഷേത്ര ധ്വംസനത്തിന് ശേഷമാണ് വിഗ്രഹപഞ്ചകൻ എന്ന വിശേഷ പദവി ഇസ്ലാമിക ലോകം അയാൾക്ക് ചാർത്തി കൊടുത്തത്. അത് വിശേഷ പദവിയായി നിരവധി മുസ്ലിം ആക്രമണകാരികൾ കൊണ്ട് നടക്കുകയും ചെയ്തു. ഈ വിഗ്രഹപഞ്ചകൻ എന്ന ബഹുമതി പിന്നീട് 600 വർഷങ്ങൾക്ക് ശേഷം സൂഫി പ്രഭാഷകനായ മിർ മുഹമ്മദ് ഹമദാനിയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് കാശ്മീരിലെ ക്ഷേത്രങ്ങൾ തകർത്ത സുൽത്താൻ സിക്കന്ദർ ഷായ്ക്കും ലഭിച്ചു, മറ്റനേകം പേർക്ക്. പിന്നീട് ഔറംഗസേബ് മുഹമ്മദിന്റെ ഇസ്ലാമിക ഉത്സാഹത്തെ പ്രശംസിച്ചിരുന്നതായി നിരവധി രേഖകളുമുണ്ട്. ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിന്റെ ആദ്യ ധ്വംസനത്തിന്റെ 1000ാം വാർഷികം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അനുസ്മരിച്ചപ്പോൾ നമ്മുടെ തലതിരിഞ്ഞ മതേതരവാദികൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളുമെന്നത് ഉറപ്പാണ്. മുഹമ്മദ് ക്രൂരനല്ല, വെറും സമ്പത്ത് മോഹി മാത്രമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇക്കൂട്ടം തീർച്ചയായും ശ്രമിക്കും. അതിന്റെ മുൻപന്തിയിൽ പുരോഗമന മതേതര ചിന്തകളുടെ അപ്പോസ്തലന്മാരായ വിഖ്യാത മാർക്സിയൻ ചരിത്ര പുരോഹിതന്മാരും, പണ്ഡിതരല്ല പുരോഹിതന്മാരും, തീവ്ര ഇസ്ലാമിന്റെ അടിമകളായ ബുദ്ധിയില്ലാത്ത കുബുദ്ധിജീവികളും വസ്തുതകളെ മനഃപൂർവ്വം തമസ്കരിച്ച് ആംഗലേയ ഭാഷയിലെ കഠിന പദങ്ങൾ നിരത്തി ഈ ആക്രമണത്തെ നിസ്സാരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വാദം മുഹമ്മദ് ഗസ്നി മതവെറിയനല്ല, അയാളെ യാദൃച്ഛികമായി മാത്രമാണ് സോമനാഥത്തിലെ ശിവലിംഗം തകർത്തത് എന്നൊക്കെയാണ്. ഇതിനായി അവർ നിരവധി കഥകളും മെനയും. ഈ വാദത്തിന് മതേതരരെന്നു സ്വയം വിശേഷിപ്പിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും അത് ചരിത്ര സത്യമേ അല്ല. 1000ാം വാർഷിക അനുസ്മരണ വേളയിൽ മോദിജി പറഞ്ഞ വാക്കുകൾ നാം ഏറെ ശ്രദ്ധിക്കണം. ഓരോ ധ്വംസനത്തിനു ശേഷവും സോമനാഥം പുനർനിർമ്മിക്കപ്പെട്ടത് ഭാരത മാതാവിന്റെ മക്കളുടെ അജയ്യമായ ധൈര്യത്തിന്റെ ചിഹ്നമാണ്. ഇതിന് മറുപടിയായി കപട മതേതരക്കാർ ഉയർത്തുന്ന വാദങ്ങൾ സോമനാഥൻ രക്ഷിക്കാൻ മുസ്ലിങ്ങളും ശ്രമിച്ചിരുന്നു എന്നും അങ്ങനെ നിരവധി മുസ്ലിങ്ങൾ മരിച്ചു എന്നും മുഹമ്മദിന്റെ സൈന്യത്തിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നുമൊക്കെ ആയിരിക്കും, എന്നുമൊക്കെയാണ്. ശരിയാണ്, മുഹമ്മദിന്റെ സൈന്യത്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവരിൽ ബറ്റാലിയൻ കമാൻഡർമാർ വരെ ഉണ്ടായിരുന്നു.
പക്ഷേ അതൊക്കെ ശമ്പളം വാങ്ങി യുദ്ധം ചെയ്യുന്ന വെറും കൂലി പടയാളികൾ മാത്രമായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. അതുകൊണ്ട് മുഹമ്മദ് ഗസ്നി എന്ന മതവെറിയൻ എങ്ങനെ മതനിരപേക്ഷനാകും? അയാളുടെ ലക്ഷ്യം ഭാരതത്തിന്റെ ഭൂരിപക്ഷ വിശ്വാസമായ ഹിന്ദുധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്നത് തന്നെയായിരുന്നു. ഭാരതമാകെ മുസ്ലിം ഭരിക്കാനുള്ള ത്വരയും. ഏതെങ്കിലും മുസ്ലിങ്ങൾ സോമനാഥ ക്ഷേത്രം സംരക്ഷിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചതിന് വിശ്വസനീയമായ ഒരു ചരിത്ര രേഖകളും ഇല്ല എന്നതാണ് സത്യം. ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളോടൊപ്പം നിന്ന് കാഫിറുകളുടെ ക്ഷേത്രം രക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിനെ കോപിപ്പിച്ചതായി ഒരു രേഖയുമില്ല. ഇനി വെരാവൽ ശാസനങ്ങൾ പരിശോധിച്ചാൽ മുഹമ്മദിന്റെ ആക്രമണത്തിന് ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷം വഘേല രാജാവ് അർജുനദേവന്റെ കാലത്തെ ഒരു സംസ്കൃത ശാസനത്തിൽ പോലും പ്രവാചകൻ മുഹമ്മദ് നബിയെ പ്രബോധകൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു അറബി ശാസനത്തിലെ വാചകം വ്യക്തമാക്കുന്നത് ഒരു ദിവസം സോമനാഥം ഇസ്ലാമിന്റെ നഗരമാകുമെന്നും വിഗ്രഹങ്ങളും അന്യമത വിശ്വാസികളും അവിടെ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നുമാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഇത് നാം ഇന്ന് കാണുന്നില്ലേ? നമ്മെ അതിശയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വഘേല ഭരണാധികാരികൾ ഇത് ചോദ്യം ചെയ്തില്ല എന്നതാണ്. അവർക്ക് അറബി വായിക്കാൻ അറിയില്ലായിരുന്നോ? അല്ലെങ്കിൽ അവർ ഇതിനെ വളരെ നിസ്സാരമായി കണ്ടോ? ഇത്തരം ഉദാസീനത ഹിന്ദുക്കൾക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തി. വെരാവൽ ശാസനങ്ങൾക്ക് 35 വർഷത്തിന് ശേഷം ദില്ലി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം വീണ്ടും സോമനാഥം തകർത്തു. ഈ ധ്വംസനത്തെ പ്രശസ്ത പേർഷ്യൻ കവി അമീർ ഖുസ്രു മതേതരരുടെ ഏറ്റവും വലിയ കവി ആഹ്ലാദത്തോടെ രേഖപ്പെടുത്തിയത് കടലിലേക്ക് ചാടുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നത് പോലെ സോമനാഥ ക്ഷേത്രം മക്കയിലേക്ക് തല താഴ്ത്തി എന്നാണ്. അദ്ദേഹം പിന്നെയും ഉള്ളു തുറന്നു പറഞ്ഞു. കാഫിറുകളുടെ മക്കയായിരുന്ന സോമനാഥം ഇപ്പോൾ ഇസ്ലാമിന്റെ മദീനയായി മാറിയെന്ന്. ഇതിൽ നിന്നും വ്യക്തമാണ് സോമനാഥം ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് മുജഫർ ഷാ മുതൽ മുഹമ്മദ് ഗസ്നി തുടങ്ങി ഔറംഗസേബ് വരെ എല്ലാവരും അതിനെ ആക്രമിച്ചത്. 1665 ഔറംഗസേബ് അതിനെ പൂർണ്ണമായും ഒരു പള്ളിയാക്കി മാറ്റി. പിന്നീട് ഏതാണ്ട് 300 വർഷങ്ങൾക്ക് ശേഷം 1951 സർദാർ വല്ലഭായി പട്ടേൽ, ഇന്ത്യയുടെ കരുത്തനായ അന്നത്തെ ആഭ്യന്തരമന്ത്രി KM മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവരുടെ ദൃഢനിശ്ചയത്താൽ മഹാനായി മതേതരത്വവാദികൾ വാഴ്ത്തുന്ന നെഹ്റുവിന്റെ എതിർപ്പിനെ അവഗണിച്ച് സോമനാഥം വീണ്ടും ഗംഭീരമായി തലയുയർത്തി. 1783 തന്നെ അഹല്യാബായി ഹോൾക്കർ മറ്റൊരു ശിവക്ഷേത്രം സോമനാഥത്തിനടുത്ത് നിർമ്മിച്ചിരുന്നു എന്നതും സ്മരണീയമാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ വാരാണസിയിലെ കാശി വിശ്വനാഥനും സോമനാഥന്റെ വിധി അനുഭവിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ നാം ഓർക്കേണ്ടത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് വെറും ഒരു ഒറ്റപ്പെട്ട ആക്രമണമേ അല്ല. അത് ജ്യോതിർലിംഗത്തോടും അത് പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു സംസ്കാരത്തോടുമുള്ള കരുതിക്കൂട്ടിയുള്ള നീണ്ട 1000 വർഷത്തെ വൈരാഗ്യത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് സോമനാഥം ഹിന്ദു അഭിമാനത്തോടെ നിലകൊള്ളുന്നു. അത് ഭാരത മാതാവിന്റെ മക്കളുടെ നിശബ്ദമായ അടിയുറച്ച വിശ്വാസത്തിന്റെ ജയഘോഷം തന്നെയാണ്. ഈ അവസരത്തിൽ നാം ഭാരതീയർ ജാതിമതഭേദമന്യേ ക്ഷേത്രദംശനങ്ങളെ മറക്കരുത്, ചരിത്രം മറക്കരുത്, സോമനാഥം മറക്കരുത്, കാശി മറക്കരുത്, മധുരയെ മറക്കരുത്, കാശ്മീരിനെ മറക്കരുത്. മറന്നാൽ നാം നൽകേണ്ടി വരുന്ന വില നമ്മുടെ ഹിന്ദു സംസ്കൃതിയെ തന്നെയായിരിക്കും.
ഇതൊന്നും ഏതെങ്കിലും മതത്തിലെ വ്യക്തികൾക്കെതിരെ പറയുന്നതേയല്ല, മറിച്ച് അന്യമത വിദ്വേഷം എന്ന ആശയത്തിനെതിരെയാണ്. അതിനാൽ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ജാഗരൂകരാകൂ. വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ സനാതന ധർമ്മം.